talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? T.P. Chandrasekharan. Left, right, left. Left, right, left. Please sit down. Please. Look. Through you, sir. Please sit down. Listening. Through you, Please speak. two films. Police. Does സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭരത് ചന്ദ്രൻ IPSനെയാണ്. അങ്ങ് പാർലമെന്റിൽ പോയിട്ട് എമ്പുരാനാവ് എന്ന് പറയുന്ന സിനിമയുടെ ചർച്ചയ്ക്കിടെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ തൃശ്ശൂർ ആ മനുഷ്യൻ അദ്ദേഹം അവിടെ പോയിട്ട് അതിഗംഭീരമായിട്ടുള്ള പ്രസംഗമാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാര്യമുള്ള കാര്യത്തിൽ അദ്ദേഹം സംസാരിക്കല്ല. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ധൈര്യമുണ്ടോ എമ്പുരാന് പകരം TP ചന്ദ്രശേഖരൻ 51 വോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ആ സിനിമ റിലീസിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, അത് റിലീസ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് അതിന് നിർമ്മാതാക്കളാ, അവർ ചെയ്തോട്ടെന്നേ. വീണ്ടും ഒരു ചോദ്യം കൂടിയുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ വീണ്ടും റിലീസിങ് നടത്താൻ വേണ്ടി തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഇതിനും തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള നമ്മുടെ ജോൺ ബ്രിട്ടാസ് അല്ല. അതിന് ഉത്തരം പറയേണ്ടത് ആ സിനിമയുടെ നിർമ്മാതാക്കളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പറയുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തന്നെ എടുക്കുക. ഈ സിനിമയിൽ ഇപ്പൊ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരായിട്ടുള്ള കൃത്യമായിട്ടും പിണറായി വിജയന് എതിരായിട്ടുള്ള വർത്തമാനങ്ങളുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു സീന്, ഒരു ആവശ്യമില്ലാത്തൊരു സീൻ എന്ന് വേണമെങ്കിൽ പറയാം. അതില് ഒരു വലിയ മൈതാനത്തിന് ആയിരക്കണക്കിന് സ്ത്രീകളെ തിരുവാതിര കളിക്കുള്ള വസ്ത്രവും അണിയിപ്പിച്ചുകൊണ്ട് നിരത്തി നിർത്തിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തിരുന്നിട്ട് ഒരാൾ സംസാരിക്കുന്നുണ്ട്. ഒരു സംശയമില്ല, ആ ഇരുന്ന് സംസാരിക്കുന്ന ആള് പിണറായി വിജയനാണ്. പിണറായി വിജയനെയാണ് അവിടെ ആ ഒരു വേഷത്തോടുകൂടി പ്രതിനിധീകരിക്കുന്ന അർത്ഥം. ഒപ്പം പറയുന്ന കറുത്ത മാസ്കിനെ കുറിച്ചും വെളുത്ത മാസ്കിനെ കുറിച്ചൊക്കെ സംസാരം അതിലുണ്ടെന്നേ. കൃത്യമായിട്ടും അത് പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെയാണ്. എന്നിട്ട് പോലും ആ സിനിമ കാണുവാൻ തയ്യാറായിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നിട്ട് പോലും അത് തനിക്കെതിരെയുള്ള വർത്തമാനങ്ങൾ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അത് ഇരുന്ന് ആസ്വദിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ സീൻ വെട്ടിക്കളയണമെന്നല്ല പറഞ്ഞേ, ഈ സിനിമ എല്ലാവരും കാണണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞേ. ഈ സിനിമയ്ക്കെതിരെ ആരും വാളോങ്ങരുതെന്നും അത് വെട്ടിക്കളയരുതെന്നും ആ സിനിമ കാണണമെന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. അവിടെയാണ് ഞാൻ കുറച്ചു മുമ്പ് റീൽ ഇറക്കിയപ്പോൾ പറഞ്ഞെന്നു, അവിടെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ സഖാവിന്റെ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്നത്, പാർലമെന്റിൽ നടക്കുന്നത് എമ്പുരാൻ സിനിമ വെട്ടിയതിനെ കുറിച്ച്, 27 വെട്ടിയതിനെ കുറിച്ചും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നടന്ന കലാപങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ആ സിനിമയിൽ ഉണ്ടാകരുതെന്നുള്ള ഒരു ആവശ്യം BJPക്കാർ ഉന്നയിച്ചതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗംഭീരമായിട്ട് ചൂടാവുന്നുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ. അദ്ദേഹം പറയുന്നുണ്ട്, ആ 2 സിനിമകൾ വീണ്ടും റിലീസിന് തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം കേൾക്കേണ്ടത് ആ സിനിമ നിർമ്മാതാക്കളാണ്. അത് റിലീസ് ചെയ്യട്ടെന്നേ. കേരളത്തിലെ ആളുകൾ അത് വീണ്ടും 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 കാണട്ടെന്നേ. എല്ലാ രാഷ്ട്രീയ സിനിമകളും നമ്മുടെ നാട്ടുകാർ കാണട്ടെ, ചർച്ച ചെയ്യട്ടെ. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ മേഖല ഉയർന്നു വരികയാണ്, അത് ഉയർന്നു വരട്ടെന്നേ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക കേട്ടോ. എന്തായാലും ബാക്കി കേട്ടോക്കാം. ഇനി ഇദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മഹാനടൻ മമ്മൂട്ടിക്കെതിരെയാണ്. എന്താണ് ഇയാളെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. ശരി, അദ്ദേഹത്തിന് പറയാൻ ഇഷ്ടമില്ല. കൈരളി ചാനലിന്റെ ചെയർമാനെ കുറിച്ച് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. അദ്ദേഹം ഒരു വളരെ മാന്യനായ മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. എന്തിന് ഇത്രത്തോളം പറഞ്ഞാൽ പോരെ, ആളെ ഞാൻ കാണിച്ചു തരാം, എനിക്ക് തുപ്പി കാണിച്ചു തരാം എന്നൊക്കെ നമ്മുടെ നാട്ടിലത്തെ കുട്ടികളൊക്കെ പറയുന്ന പോലത്തെ വർത്തമാനമാണ്. മമ്മൂക്കയെ കുറിച്ചാണ് പറയുന്നത്. മമ്മൂക്കയെ ലീഡ് ചെയ്യുന്ന ആ ഒരു കൈരളി ചാനലിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ MD ആയിരുന്നുള്ള നമ്മുടെ ജോൺ ബ്രിട്ടാസിനോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ചോദ്യം ചോദിക്കുന്നത്, ധൈര്യമുണ്ടോ കൈരളി ചാനലിൽ ആ 2 സിനിമകൾ പ്രദർശിപ്പിക്കാനെന്ന്. Do they have the guts? Does the Chief Minister of Kerala have the guts to have? What is wrong? What is wrong? What is wrong with the language? You haven't Sir,
Let Sir, him complete. they should have the guts to let these two films be screened again, permitted to be screened. Then they can start yelling for Empuran. ഇദ്ദേഹം പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമയിലും കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഭീഷണിപ്പെടുത്തിയത് പോലെയാണ് ഇദ്ദേഹത്തിന്റെ വർത്താനം. ആരുടെ? നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ വർത്താനം. എന്റെ അറിവില് ഈ രണ്ട് സിനിമകളും പെർമിറ്റ് ചെയ്യപ്പെടാതിരുന്നിട്ടില്ല. ഇവിടെ വളരെ ഭംഗിയായിട്ട് ഞാന് ഈ ഒരു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ഞാൻ പോയി കണ്ടതാ. എന്തായാലും 51 വെട്ട് എന്ന് പറയുന്ന ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, കാരണം അത് കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിലത്തെ അഭിനയിച്ച ആളുകളെയും മറ്റൊക്കെ വേഷം മറ്റും നോക്കുമ്പോൾ ഒരു നല്ലൊരു ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ? അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സിനിമയിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തന്നെ അതിന്റെ ട്രെയിലറും മറ്റും കണ്ടപ്പോൾ തോന്നിയോട് തന്നെ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടതാണ്. 100% പറയാം, അത് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരായിട്ടുള്ള സിനിമ തന്നെയാണ്. എന്നിട്ടും ആ സിനിമ നമ്മുടെ കേരളത്തിൽ കളിച്ചിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. അതിന്റെ സാക്ഷി എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ആ സിനിമ റിലീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗഡ്സ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ കൈരളി ചാനൽ ഈ രണ്ട് സിനിമകൾ പ്രദർശിപ്പിച്ച് കളയും. ഇതേപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം അങ്ങോട്ടും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കട്ട് ചെയ്യാതെ തന്നെ നിങ്ങളെ മലൻ ചാനലിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സുരേഷ് ഗോപി ചേട്ടന് പറയാനുണ്ടായിരിക്കുന്ന ഉത്തരം? അങ്ങനെ ആ ഉത്തരം അത് ഉണ്ട് എന്ന് തന്നെയാണെങ്കിൽ ശരിയാണ്, നിങ്ങളെ സമ്മതിക്കും. പക്ഷേ ഉണ്ട് എന്നുള്ള ഉത്തരം തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് വരില്ല. കാരണം ഒരല്പം ഗഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരല്പം നാണോമാനം ഉണ്ടായിരുന്നെങ്കിൽ ആ 21 വെട്ട് വെട്ടണമെന്ന് ഒരിക്കലും പറയില്ലായിരുന്നു. പക്ഷെ അത് വെട്ടി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സിനിമാ മേഖല അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് എനിക്ക് വീണ്ടും പറയേണ്ടി വരുന്ന സുഹൃത്തുക്കളെ. എന്തൊക്കെയായാലും ബൈ.